പോലീസിന് നേതൃത്വം കൊടുക്കുന്ന യുടെ സർക്കാരോട് ഒന്നേ പറയാനുള്ളത്, മിസ്റ്റർ വടശ്ശേരിയിൽ ദാമോദരൻ സതീശ, നിങ്ങളൊന്ന് ഓർക്കണം, ഇത് പ്രസ്താവന വേറെയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്മുറക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ചെറുമക്കളാണ് ഈ ASM എന്ന് പറയുന്നത്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന PD സതീശന്റെ സർക്കാർ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ 6000-ഓളം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം നൽകില്ല, നിങ്ങൾക്ക് ഗവർണറുമായി ഒരു യുദ്ധത്തിനും താല്പര്യമില്ല. അതാണോ കേരളത്തിലൊരു മന്ത്രി പറയേണ്ടത്? അക്കമിട്ട് പറയുന്നു, ഫോണിന്റെ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള PMCയിലെ നട്ടലില്ലാത്ത തീരുമാനം. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് സഖാവ് ASFന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സഖാവ് അബ്ദുദ്ദീനെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് 51-ൽ പരം അവകാശങ്ങൾ ഈ കേരള സർക്കാരിന് സമർപ്പിക്കുന്ന അവകാശ പത്രിക വായിച്ചാണ് നടത്തുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ LDF സർക്കാർ അധികാരം കഴിഞ്ഞതിന് ശേഷം യുടെ സർക്കാർ തന്നെ നമ്മുടെ നാട്ടിൽ വീണ്ടും മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന യുടെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെതിരെ ASM എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയും, നെഞ്ചത്ത് കൈവച്ച് തന്നെ പറയും, LDF ഭരിച്ചാലും UDF ഭരിച്ചാലും നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, PM3 ഈ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുമായി മുമ്പോട്ട് പോകുന്ന ഒരുപാട് സമരങ്ങൾ ഈ അകത്തവരിക്ക് തന്നെ സാക്ഷിയായിട്ടുണ്ട്. ആ സമരത്തിലാണ് ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേരെ ചെളിവെള്ളവും മലിനമായിട്ടുള്ള ജലവും നമ്മുടെ നേരെ വർഷിച്ചത്. ആ പോലീസിന് നേതൃത്വം കൊടുക്കുന്ന യുടെ സർക്കാരോട് ഒന്നേ പറയാനുള്ളത്, മിസ്റ്റർ വടശ്ശേരിയിൽ ദാമോദരൻ സതീശ, നിങ്ങളൊന്ന് ഓർക്കണം, ഇത് പ്രസ്താവന വേറെയാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. പണ്ട് കാലത്ത് ജമ്മിത്തമ്പുരാക്കന്മാരുണ്ടല്ലോ, ആ ജമ്മിത്തമ്പുരാക്കന്മാർ ഈ നാട് ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ കിടപ്പറകളുണ്ടല്ലോ, ആ കിടപ്പുറകളെ പഠിപ്പുറകളാക്കി ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്മുറക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ചെറുമക്കളാണ് ഈ ASM എന്ന് പറയുന്നത്. അതുകൊണ്ട് PD സതീശനോട് ഒന്നേ പറയാനുള്ളത്, 4 പോലീസിനെ 2 ജലവീരംഗം കാട്ടി നമ്മളെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞ് ഇവിടുത്തെ സമരങ്ങളെയൊക്കെ അങ്ങ് അടിച്ചമർത്തി കളയാം. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ BJPയുമായി ചേർന്ന് കച്ചവടം നടത്താമെന്നാണ് തീരുമാനമെങ്കിൽ തീർച്ചയായും അതിനെ ഏതറ്റം വരെ പോയി എതിർക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തെ സ്വാഗതം ചെയ്ത് സംസാരിക്കുവാനായിട്ട് ASFന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ക്ഷണിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അവകാശ പത്രികാ മാർച്ച് നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലും അവകാശ പത്രികാ മാർച്ച് നടക്കുന്നത്. ഈ അവകാശ പത്രികാ മാർച്ച് നടക്കുന്നതിന്റെ ലക്ഷ്യം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ASFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 50-ൽ പരം അവകാശങ്ങൾ സർക്കാരിൽ നിന്നും വാങ്ങിയെടുക്കുവാനാണ് ഈ അവകാശ പത്രികാ മാർച്ച് ഇവിടെ നടത്തുന്നത്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന PD സതീശന്റെ സർക്കാർ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് ASFന്റെ നേതൃത്വത്തിൽ അവകാശ പത്രികാ മാർച്ച് നടത്തുന്നത്. ഈ അവകാശ പത്രികാ മാർച്ചിന് അധ്യക്ഷത വഹിക്കുന്നത് ASFന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സഖാവ് അഭിജിത്ത് ചിറക്കലാണ്. സഖാവ് അഭിജിത്ത് ചിറക്കലിനെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ASFന്റെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് അതിനാണ്. സഖാവ് അതിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന
പങ്കെടുക്കുവാൻ പോകുന്ന CPIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് മാങ്കോട് രാധാകൃഷ്ണൻ, CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് AS ആനന്ദകുമാർ, AIYFന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ആദർശ് കൃഷ്ണ, AISF ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അഭിജിത്ത്, വേദിയിലുള്ള AISFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് ആൻഡസ്, ജില്ലാ കമ്മിറ്റിയുടെ പ്രിയങ്കരനായ സെക്രട്ടറി സഖാവ് അബ്ദുള്ളക്കുട്ടി, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവ് ആനന്ദ്കുമാർ, AIYFന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ആദർശം കൃഷ്ണ, പ്രസിഡന്റ് കണ്ണാസ് ലാൽ ഉൾപ്പെടെ AISFന്റെ കേരള സംസ്ഥാന ഘടകത്തിന്റെ അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിവിധ കലാലയങ്ങളിൽ നിന്നും ഇവിടെ പങ്കെടുത്തിട്ടുള്ള AISFന്റെ സമരസഖാക്കളെ, എല്ലാ വർഷവും വിദ്യാർത്ഥിപക്ഷ നിലപാട് ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ AISF വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് അവകാശ പത്രിക കൊടുക്കാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇതേ തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 50 വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ VD സതീശനും ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർക്കും AISF ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ മെയിൽ ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു സമരം നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ കൃത്യമായിട്ടും എല്ലാ തരത്തിലും കേരളത്തിൽ ശ്രീമാൻ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ VD സതീശനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. എന്താ? വിവിധങ്ങളായ വിദ്യാർത്ഥി മേഖലകളെ സംഘവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്നലെ തന്നെ നാം കേട്ടൊരു വാർത്ത, കേരളത്തിലെ 6000-ഓളം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം നൽകില്ല. K-ഫോൺ ഇതുവരെ നൽകിക്കൊണ്ടിരുന്ന സൗജന്യ ഇന്റർനെറ്റ് സേവനത്തിന് ഇനി മുതൽ സ്കൂളുകൾ ബില്ല് കൊടുക്കണം എന്നൊരു തീരുമാനം കേരളത്തിൽ അവതരിപ്പിച്ച വേളയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ അവകാശ പത്രിക മാർച്ചിൽ നമ്മൾ ആദ്യം തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കേരളത്തിന്റെ തെരുവീതികളിൽ ഏറ്റവും കൂടുതൽ കലുഷിതമായ സമരങ്ങൾക്ക് AISF നേതൃത്വം കൊടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കരുതെന്നാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്താണ് SSK ഫണ്ട് നൽകണമെങ്കിൽ PM ശ്രീയുമായി സഹകരിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് അനുസരിച്ച് തീരുമാനമെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ആലോചിച്ച് ഇരുട്ടിന്റെ മറവിൽ പോയി ഡൽഹിയിൽ പോയി MOU-വിനകത്ത് ഒപ്പിട്ട് തിരിച്ചെത്തിയ ദിവസം കേരളത്തിലെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കൃത്യമായി തന്നെ പറഞ്ഞു, കേരളത്തിൽ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട നയമായ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ് AISF. അതേ AISF സമരം ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഭരണപക്ഷത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടും കേരളത്തിൽ PM ശ്രീയുടെ വിഷയത്തിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും AIYFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ എടുത്ത നിലപാട് പോലും അന്നെടുക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾക്ക് ആർജവം ഉണ്ടായില്ല. അങ്ങ് നിയമസഭയിൽ എത്തിയപ്പോൾ CPയും CPM തമ്മിലുള്ള എന്തോ ഒരു വിഷയമാക്കി ചിത്രീകരിച്ചുകൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു പ്രസംഗം നടത്തി. അന്ന് എന്താ, PM ശ്രീയെ കുറിച്ച് അദ്ദേഹം വാചാലനായി. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ കസാരയിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തിയിട്ട് ആദ്യം തീരുമാനിച്ചത് എന്താ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കും. അതിന് പറയുന്ന ഏറ്റവും മുടന്തം ന്യായം, കഴിഞ്ഞ ഗവൺമെന്റ് കൃത്യമായി തന്നെ PM ശ്രീയുമായി മുന്നോട്ട് പോയതാണ്. അതിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ്. ഞങ്ങൾ ഉറപ്പിച്ച് തന്നെ ശ്രീമാൻ VD സതീശ, നിങ്ങളെപ്പോലെ നിലപാട് മാറ്റുന്ന സംഘടനയല്ല ഞങ്ങൾ. നിങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു പൂച്ചെണ്ടുമായി പോയി നരേന്ദ്രമോദിയുടെ വർഗീയ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാമെന്ന് സുല്ലിട്ട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങ് കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസാരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കേരളത്തിന്റെ ഗവർണറാണോ എന്നൊരു തർക്കം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. മറ്റൊന്നുമല്ല, ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഒരു ഗവർണർ കേരളത്തിലെ മന്ത്രിസഭയെയും ഈ പറയുന്ന ഉദ്യോഗ വൃത്തങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് അദ്ദേഹം PM ശ്രീയിലൂടെയാണ് കടന്നു വരുവാൻ ശ്രമിക്കുന്നത്. ശ്രീമാൻ അർലേക്കർ കൃത്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ മേഖലകളിലും കയറി ഇടപെടുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് ഗവർണറുമായി ഒരു യുദ്ധത്തിനും താല്പര്യമില്ല.
അതാണോ കേരളത്തിൽ ഒരു മന്ത്രി പറയേണ്ടത്? ഇന്ത്യയുടെ മറ്റ് 27 സംസ്ഥാനങ്ങളിലും യൂണിവേഴ്സിറ്റികളിൽ സംഘവൽക്കരണം ഉണ്ടാകുന്ന സമയത്തെല്ലാം പൊരുതുന്നൊരു ജനത, അവരുടെ വിശ്വാസമായ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാരുകൾ നരേന്ദ്രമോദിക്കും RSSന്റെ അജണ്ടകൾക്കും നിന്നുകൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അവകാശ പത്രിക മാർച്ച് നാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ധാരണയുണ്ട്. ഇവിടെ വന്ന് 2 മാസമായിട്ടും ഇത്രയും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടെടുത്തിട്ടും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് സമാധാനപരമായ സമരങ്ങളാണ് നമ്മുടെ സംഘടന നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സൂചനാ സമരത്തെ നിങ്ങൾ ഏതു തരത്തിൽ കണ്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സൂചനാ സമരം കേരളത്തിലെ 14 ജില്ലകളിലും വിദ്യാർത്ഥിപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് AISF എന്ന് പറയുന്ന അക്ഷരം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, വരും ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടറിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഒരു വിലക്കം വരും. അത് വെറുതെ ഒരു വിലക്കമാകില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ 50 ആവശ്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളാണ്. ഇത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ഗവൺമെന്റ് അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് AISF ഇങ്ങനെ ഒരു സൂചനാ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 50 ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഞങ്ങൾ അക്കമിട്ട് പറയുന്നു, ഫോണിന്റെ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള PMCയിലെ നട്ടലില്ലാത്ത തീരുമാനം ഇതെല്ലാം വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഞങ്ങൾ വരും. 2 മാസം കൊണ്ട് ഞങ്ങൾ ആവശ്യത്തിന് സൂചനാ സമരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നടത്തി കഴിഞ്ഞു. ഇനി ഈ സമരത്തിന്റെ രീതി ഇങ്ങനെയായിരിക്കില്ല. അത് ഉറപ്പിച്ച് ഇന്ന് AISFന്റെ കേരള സംസ്ഥാന ഘടകം പ്രഖ്യാപിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുമായിട്ടാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ തെരുവിൽ നിങ്ങളെ തടയുവാൻ മടിയില്ലാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AISF എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും AISFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.